അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 17-ാം യൂണിറ്റിലെ മൂന്നാമത്തെ ടെക്സ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ ഒരു ടെക്സ്റ്റിൽ റിപ്പോർട്ടിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ഭാഗത്ത് റിപ്പോർട്ട് എന്താണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ആദ്യം ടെക്സ്റ്റ് തുടങ്ങുന്നത് തന്നെ മാഹുവ തഖരീർ, എന്താണ് റിപ്പോർട്ട് എന്ന് ചോദിച്ചിട്ടാണ്. റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതും അതേപോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ നൽകുന്നതുമായിട്ടുള്ള ഒരു മുസ്തനദ്, ഒരു ഡോക്യുമെൻ്റ് ആണ്. സാധാരണഗതിയിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിനോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാറുള്ളത്. നിലവിലെ സാഹചര്യത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള സാഹചര്യങ്ങളൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടുകളായിരിക്കും അധികം ഉണ്ടാവുക. ചില സമയത്തൊക്കെ നമ്മുടെ ഭാവിയിലേക്കുള്ള എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും റിപ്പോർട്ടുകൾ തയ്യാറാക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ റിപ്പോർട്ട് പ്രത്യേകമായിട്ടും അതിന് മറ്റൊരു രീതിയിൽ അറിയപ്പെടുകയാണെങ്കിൽ വറക്കത്തുൻ ഹക്കായിക്ക് എന്നും അതിന് പറയാറുണ്ട്. വറക്കത്തുൻ ഹക്കായിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ട് ഷീറ്റ് എന്നൊക്കെ പറയും. ആ ഒരു രീതിയിലും ഇത് അറിയപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് വളരെയധികം വ്യക്തവും അതേപോലെ തന്നെ അതിൻ്റെ വളരെയധികം നന്നായിട്ട് സ്ട്രക്ചർ ചെയ്യപ്പെട്ടതുമായിരിക്കണം. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയതും അതേപോലെ തന്നെ ഒരുപാട് സമയമെടുക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാറുണ്ട്. അത് ശരി തന്നെയാണ്. കുറച്ച് പ്രയാസവും അതേപോലെ തന്നെ ഒരുപാട് സമയം വേണ്ടി വരുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിലും ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയാൽ ആ ഒരു ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ, ഏതൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഏതൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്, ആ ഒരു കമ്പനിക്ക് ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ആ ഒരു റിപ്പോർട്ട്. കാരണം ആ റിപ്പോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രധാനമായിട്ടും ഒരു റിപ്പോർട്ടിൽ നമ്മൾ അവലംബിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ചില പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ടുള്ളത് ഹാലത്തുൽ മഷ്റൂഇൽ ഹാലിയ. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിന് അനുസരിച്ചാണ് അതിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ റിപ്പോർട്ടാണല്ലോ നമ്മൾ തയ്യാറാക്കുക. അപ്പോൾ ഈ ഒരു ഹാലത്തുൽ മഷ്റൂഇൽ ഹാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിപ്പോർട്ടിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് ആണ് ഉദ്ദേശിക്കുന്നത്. അഥവാ ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട്, ഇതിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. അതേപോലെ തന്നെ അതിലെന്തുണ്ടാകും, 3 കളറുകൾ ഉണ്ടാവും. അഹ്ലർ, അതേപോലെ തന്നെ അഹ്മർ, അസ്ഫർ. പച്ച കാണിക്കുകയാണെങ്കിൽ, അത് അഹ്ലർ കാണിക്കുകയാണെങ്കിൽ അതെന്താണ്, കൂടുതൽ പ്രോഗ്രസ് ഉണ്ട്. അതേപോലെ തന്നെ അഹ്മർ, ചുവപ്പ് കാണിക്കുകയാണെങ്കിൽ അതിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അസ്ഫർ അഥവാ മഞ്ഞ കാണിക്കുകയാണെങ്കിൽ അതെന്താണ്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ കുഴപ്പമില്ലാത്തൊരു പുരോഗതി, ഒരു പ്രോഗ്രസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ റിപ്പോർട്ടിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ കാര്യമാണ് മഹ്ഫദത്തു മശാരി. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറയാം. ഈ ഒരു പോർട്ട്ഫോളിയോയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഈ പ്രൊജക്റ്റിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ പ്രൊജക്റ്റിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ റിപ്പോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മളെന്താണ് ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഉൾപ്പെടുത്തേണ്ടി വരും. അതേപോലെ തന്നെ മൂന്നാമതായിട്ടുള്ളതാണ് അൽ മവാരിദ്, നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ സോഴ്സ്, അതേപോലെ തന്നെ ഹജ്മുൽ അമൽ, അതിൻ്റെ വർക്ക് ലോഡ്. ഈ 2 കാര്യങ്ങളും ഈ ഒരു പ്രൊജക്റ്റിൽ ഉണ്ടായിരിക്കും. അഥവാ നമ്മുടെ ഈ ഒരു സോഴ്സിൽ എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട്, അഥവാ നമുക്ക് ഇനിയും എത്രത്തോളം സോഴ്സുകൾ, അത് പൈസയാണെങ്കിലും അതേപോലെ തന്നെ മെറ്റീരിയൽസ് ആണെങ്കിലും അങ്ങനെയുള്ള ഇനിയിപ്പോൾ ഡാറ്റ ആണെങ്കിലും ഡാറ്റയുടെ സോഴ്സ് ആണെങ്കിലും അത്തരത്തിൽ നമ്മുടെ ഒരു സോഴ്സിൻ്റെ കാര്യം, നമുക്ക് എത്രത്തോളം സോഴ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ എത്രത്തോളം സോഴ്സിൽ എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ എത്രത്തോളം വർക്ക് ലോഡ് നമുക്ക് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാലാമതായിട്ടുള്ളത് അൽ ജദ്വലുൽ സമനി, അഥവാ ഒരു ടൈം ലൈൻ ആണ്. നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിന് എത്ര ടൈം ലൈൻ ആണുള്ളത്, എത്ര ടൈം ലൈൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പ്രൊജക്റ്റിന് കൊടുക്കേണ്ടത്, ഏത് സമയത്തിനുള്ളിലാണ് ഈ ഒരു പ്രൊജക്റ്റ് തീർക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു വഖ്തുല്ലദി യജിബു തർക്കീസു അലൈഹി, ഈ ഒരു സമയത്ത് ഏതൊക്കെ കാര്യത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു ടൈം ലൈനും അതേപോലെ അത് നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ ബജറ്റുമായിട്ടുള്ള ബന്ധവും. അഥവാ നമ്മളെന്താണ്, ഒരു നിശ്ചയ സമയത്തിനുള്ളിൽ പ്രൊജക്റ്റ് തീർത്തിട്ടില്ലെങ്കിൽ, അഥവാ പ്രൊജക്റ്റ് എന്താണെങ്കിൽ നീണ്ടു പോവുകയാണെങ്കിൽ നമ്മുടെ ബജറ്റിൽ എന്താവുകയില്ല, അത് ഒതുങ്ങൂല. കാരണം ഇങ്ങനെ ദിവസം കൂടുന്തോറും നമുക്ക് എന്താണ്, ചെലവും കൂടുമല്ലോ. അതുകൊണ്ട് ഈ ഒരു ടൈം ലൈനും അതേപോലെ തന്നെ എത്ര സമയത്തിനുള്ളിലാണ് തീർക്കേണ്ടത്, ഏതൊക്കെ സമയത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഈ ഒരു ടൈം ലൈനും നമ്മുടെ ബജറ്റുമായിട്ടുള്ള ആ ഒരു ബന്ധം, ഈ ഒരു കാര്യങ്ങളും കൂടിയാണ്, ഈ ഒരു 3 കാര്യങ്ങളാണ് ജദ്വലുൽ സമനി അഥവാ ടൈം ലൈൻ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്. അഞ്ചാമതായിട്ടുള്ളതാണ് അൽ മസ്വാരിഫുൽ ഖാസിദ് ബിൽ മശ്റൂഇ. ഈ ഒരു പ്രൊജക്റ്റിന് നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ള മസ്വാരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബജറ്റ്, അതിൻ്റെ ചെലവുകൾ.
ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ചിലവുകളെല്ലാം നമ്മുടെ ബജറ്റിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളും. അതെന്താവുകയില്ല, നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ആ ഒരു ബജറ്റിനേക്കാൾ പുറമേ പോവുകയില്ല, അതിനേക്കാൾ കൂടുകയില്ല എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഉറപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു മസ്വാരിഫ് എന്നുള്ള ഈ ഒരു ഭാഗം. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു 5 ഭാഗങ്ങളാണ് ഒരു റിപ്പോർട്ടിൽ ഉണ്ടാവുക. ഒന്ന്, ഈ ഒരു റിപ്പോർട്ടിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ്. രണ്ടാമത്തത് മഹ്ഫദത്തുൽ മഷാരി അഥവാ ഈ റിപ്പോർട്ടിൻ്റെ പോർട്ട്ഫോളിയോ. ആ പോർട്ട്ഫോളിയോയിൽ നിന്നാണ് നമുക്ക് പ്രൊജക്റ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. 3, മവാരീദും അതേപോലെ തന്നെ അജ്മുൽ അമലും, നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ സോഴ്സും അതേപോലെ തന്നെ വർക്ക് ലോഡും കാര്യങ്ങളൊക്കെ. 4-മതായിട്ടുള്ളത് ജദ്വൽ സമനി അഥവാ ടൈം ലൈനും. 5-മതായിട്ടുള്ളത് മസ്വാരിഫ്, ഇതിൻ്റെ ബജറ്റ്. ഈ ഒരു 5 കാര്യങ്ങൾ റിപ്പോർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളാണ്. ലിമൻ സയ്യുദ്ദമുത്ത് ഖദീറു, ആരാണ് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്, അതേപോലെ തന്നെ എപ്പോഴാണ് സമർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്, അതേപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് എന്ത് റിസൾട്ടാണ് ഉണ്ടാവേണ്ടത്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തീരുമാനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചിലപ്പോൾ റിപ്പോർട്ടിനെ മുഴുവനായിട്ടും ഒന്നിച്ചായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അല്ലെങ്കിൽ ഓരോ റിപ്പോർട്ടിൻ്റെ ഓരോ പോയിന്റിനും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചിന്തിക്കേണ്ടി വരും. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ എപ്പോഴാണ്, എങ്ങനെയാണ്, ആരാണ് സമർപ്പിക്കേണ്ടത്, അതേപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കണം. അതിനെന്താണ് നമുക്കത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുകൂടെ പരിഗണിച്ചാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടത്. അതിലൊന്നാമതായിട്ടുള്ളത്, ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന റിസൾട്ട് എന്താണ്, ആ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുക. രണ്ടാമതായിട്ടുള്ളത് കുൻ മുഖ്തസറൻ, അഥവാ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ വിവരിക്കണം. അതേപോലെ തന്നെ ഈ റിപ്പോർട്ടിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതേപോലെ തന്നെ 3-മതായിട്ടുള്ളത് തർക്കീസുൻ അലാം മാലൂമാത്തുൻ സ്വാലിഹ, അതേപോലെ മുനാസിബത്തിൽ തക്രീർ, നമ്മുടെ ഈ ഒരു റിപ്പോർട്ടിന് യോജിക്കുന്നതായിട്ടുള്ള അതേപോലെ തന്നെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള സ്വാലിഹത്ത എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായ, അതായത് വിശ്വസിക്കാൻ പറ്റുന്നുള്ള ഡേറ്റകൾ എന്ത് ചെയ്യണം, നമ്മൾ ഫോക്കസ് ചെയ്യണം. 4-മതായിട്ടുള്ളത്, നമ്മൾ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് വേറെ റിപ്പോർട്ടുകളുടെ മോഡലുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ആ മോഡലുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലും അതേപോലെ തന്നെ ഈ ഒരു ഡാറ്റകളൊക്കെ നമ്മൾ അതിൽ അവതരിപ്പിക്കുന്നതിലും മറ്റുള്ള ഒരു മോഡലുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സമയവും അതേപോലെ തന്നെ പരിശ്രമവും ഒക്കെ എന്ത് ചെയ്യാൻ കഴിയും, ലാഭിക്കാൻ കഴിയും. 5-മതായിട്ടുള്ളത്, അപ്പോൾ മറ്റൊരു മോഡൽ അവലംബമാക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ കൂടുതൽ എളുപ്പമായിരിക്കും. 5-മതായിട്ടുള്ളത്, നമ്മൾ ഈ റിപ്പോർട്ടിൽ പറയുന്ന അതിൽ പറയുന്ന ഡാറ്റകളൊക്കെ വളരെയധികം മൂല്യമുള്ളതാണ് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കണം. അതേപോലെ തന്നെ സ്വലാഹിയത്ത്, വളരെയധികം പ്രിസൈസാണ്, വളരെയധികം കറക്റ്റായിട്ടുള്ള ഡാറ്റയാണ് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കണം. അതേപോലെ തന്നെ ഫായിദുലിമൻ സയ്യുദ്ദമു ലഹു തഖരീർ, നമ്മൾ ആർക്കാണോ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആ സമർപ്പിക്കപ്പെടുന്ന ആൾക്ക് ഈ റിപ്പോർട്ട് ഉപകാരപ്പെടും എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കണം. 6-മതായിട്ടുള്ളത്, ഈ റിപ്പോർട്ടിൽ റിപ്പോർട്ട് എന്നുള്ളത് അത് ഏറ്റവും ഉചിതമായിട്ടുള്ള, ഈ ഒരു പ്രൊജക്റ്റിന് ഏറ്റവും ഉചിതമായിട്ടുള്ള റിപ്പോർട്ടാണ്. അതേപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ട് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കണം. അങ്ങനെ മറ്റുള്ള ആളുകൾക്ക് അവരുടെ പ്രൊജക്റ്റുകളിലൊക്കെ ഈ റിപ്പോർട്ടിനെ ഉപയോഗിക്കാൻ കഴിയും, അവർക്ക് വിശ്വാസത്തോടു കൂടി അവലംബിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തെയും നമ്മൾ ഉറപ്പിക്കണം. ഈ ഒരു 6 കാര്യങ്ങൾ കൂടെ നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായിട്ടുള്ളതാണ് അൻവാഉ തഖാരീർ, നമ്മൾ ഈ റിപ്പോർട്ടുകളുടെ വിവിധ ഇനങ്ങളെയാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ ലോകത്ത് തസ്നീഫുൻ ആലമി, ഈ റിപ്പോർട്ടിനെ തസ്നീഫുൻ ആലമി, ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ ഇല്ല. അഥവാ ഗ്ലോബൽ ഇൻ്റർനാഷണൽ ലെവലിൽ ലോകത്തെ എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു കാറ്റഗറൈസേഷൻ എന്തിൻ്റെ കാര്യത്തിലില്ല, ഈ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഇല്ല. മറിച്ച് നമ്മൾ സാധാരണയായിട്ടുള്ള ഉപയോഗിക്കാറുള്ള കുറച്ച് റിപ്പോർട്ടുകളെ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ റിപ്പോർട്ടുകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടും. ഒന്നാമതായിട്ടുള്ളതാണ് തഖാരീർ റസ്മിയ. റസ്മിയ എന്ന് പറഞ്ഞാൽ ഫോർമൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ, അതേപോലെ തന്നെ ഗൈർ റസ്മിയ എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ. തഖാരീർ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടുകളാണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതേപോലെ തന്നെ രണ്ടാമതാണ് തഖാരീർ തൊവീല അവിൽ ഖസീറ. തൊവീല എന്ന് പറഞ്ഞാൽ വലിയ ദീർഘമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ ഖസീറ ചെറിയ ചെറിയ റിപ്പോർട്ടുകളും ഉണ്ടാവും. മൂന്നാമതായിട്ടുള്ള തഖാരീർ ഏലാമിയ എന്ന് പറഞ്ഞാൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ, അതേപോലെ തന്നെ അവി തഹലീലിയ അല്ലെങ്കിൽ അനലിറ്റിക്കൽ റിപ്പോർട്ടുകൾ. തഖാരീർ ഏലാമിയ എന്ന് പറഞ്ഞാൽ മീഡിയ റിപ്പോർട്ടുകൾ.
നാലാമതായിട്ടുള്ളതാണ് തക്കാരീറുൽ മുഖത്തറഹാദ് അഥവാ ഒരു പ്രപ്പോസൽ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് പറയാം. അത് നമ്മളെന്തെങ്കിലും ഒരു ജോലിക്കോ അല്ലെങ്കിൽ നമ്മളെന്താണ് നമ്മുടെ PhDക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം അബ്സ്ട്രാക്റ്റ് കൊടുക്കാറില്ലേ, അത്തരത്തിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെന്താണ് ഒരു പ്രപ്പോസൽ അയക്കുന്ന റിപ്പോർട്ടുകളാണ് ഈ ഒരു തക്കാരീറുൽ മുഖത്തറഹാദ് എന്ന് പറയുന്നത്. അഞ്ചാമതായിട്ടുള്ളത് അത്തക്കാരീർ റസിയ അഥവാ വെർട്ടിക്കൽ റിപ്പോർട്ടുകൾ എന്ന് പറയാം. അതേപോലെ തന്നെ അല്ലെങ്കിൽ എന്താണ് ജാനിബിയ എന്ന് പറഞ്ഞാൽ എന്താണ് സൈഡ് റിപ്പോർട്ടുകളാണ്. ആറാമതായിട്ടുള്ളതാണ് അത്തക്കാരീർ ദാഖിലിയ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റിപ്പോർട്ടുകളാണ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഖാരിജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ റിപ്പോർട്ടുകളുമാണ്. ഏഴാമതായിട്ടുള്ളത് അത്തക്കാരീറു ദൗരിയ അഥവാ പീരിയോഡിക്കൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ. അതേപോലെ തന്നെ എട്ടാമത്തായിട്ടുള്ളതാണ് അത്തക്കാരീറുൽ വദീഫിയ അഥവാ എന്തെങ്കിലും എന്താണ് ഫംഗ്ഷനലായിട്ടുള്ള അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഈ ഒരു വദീഫിയ എന്ന് പറയുന്നത്. വഹാക്കഥ ഇപ്രകാരം ഒരുപാട് ടൈപ്സ് ഓഫ് റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഈ റിപ്പോർട്ട് നമ്മളെന്താണ് ഈ റിപ്പോർട്ടുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ നമുക്കറിയാൻ ഏറ്റവും ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ അത് കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന റിപ്പോർട്ടിനാണ് തഖ്രീറുൽ അമൽ അഥവാ വർക്ക് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരുപാട് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഒരു വർക്ക് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. നമുക്കൊരു റെഡിമെയ്ഡ് വർക്ക് റിപ്പോർട്ട് ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ ഒരു മോഡൽ താഴെ നമുക്ക് നൽകിയിട്ടുണ്ട്. അഥവാ എങ്ങനെയാണ് ഒരു വർക്ക് റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു മോഡൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഈ ഒരു റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് അതിൻ്റെ ഒരു മുഖദ്ദിമയിൽ അതിൻ്റെ ഒരു ആമുഖത്തിൽ നമ്മൾ ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ള ഡേറ്റ് കൊടുക്കേണ്ടതുണ്ട്. അത് ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും താരിഖ് ഖിതാബത്തി തക്രീർ ഈ റിപ്പോർട്ട് എഴുതിയിട്ടുള്ള ഡേറ്റ് കൊടുക്കുക. രണ്ടാമതായിട്ടുള്ളത് ഏതൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണോ ഏതൊരു കമ്പനിയാണോ ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണോ ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് ആ ഒരു കമ്പനിയുടെ പേരും അതേപോലെ തന്നെ ആ ഒരു കമ്പനിയുടെ ഷിയാർ റസ്മി എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ലോഗോ, ആ ലോഗോവും അവിടെ എന്ത് ചെയ്യണം ചേർത്തിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തുടക്കത്തിൽ ആ ഒരു കമ്പനിയുടെ പേര് കൊടുക്കുക, അതേപോലെ തന്നെ എന്നാൽ അതിൻ്റെ ലോഗോ കൂടെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ടുള്ളത് ഈ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള പ്രധാന കാരണം അല്ലെങ്കിൽ എന്താണ് ഈ റിപ്പോർട്ടിൽ നിന്നുള്ള പ്രധാന ലക്ഷ്യം എന്താണ് എന്നൊക്കെ എന്ത് ചെയ്യണം നമ്മൾ എഴുതി ചേർക്കേണ്ടതുണ്ട്. ഇതെവിടെയാണ് എഴുതേണ്ടത്? നമ്മുടെ ഉൻവാനുൽ അമൽ അഥവാ നമ്മൾ ഈ ഒരു വർക്കിൻ്റെ ടൈറ്റിൽ എഴുതിയതിന് ശേഷം തന്നെയാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള പ്രധാന കാരണം എന്താണ് എന്ന് അവിടെ തന്നെ നമ്മൾ എഴുതി കൊടുക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു പ്രൊജക്റ്റിൽ നിന്ന് എത്രത്തോളം നേട്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ചാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തഖ്രീറു അമൽ ഹൗല മാ തമ്മ ഇൻജാസു മി മഷ്റൂ ഈ ഒരു എന്നിട്ട് എന്ത് ചെയ്യുക? ആ പ്രൊജക്റ്റിൻ്റെ പേര് എഴുതി കൊടുക്കുക. ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമ്മൾ നേടിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രൊജക്റ്റാണ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടാണ് ഇത് എന്നെന്ത് ചെയ്യുക? അങ്ങനെ എഴുതി കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രോഗ്രസ് അറിയലാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം തന്നെ എഴുതി കൊടുക്കണം. എന്നിട്ട് റക്കം എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഒരു പ്രൊജക്റ്റിൻ്റെ നമ്പർ ഇടുക. അതേപോലെ തന്നെ നാലാമതായിട്ടുള്ളതാണ് നമ്മുടെ ഈ റിപ്പോർട്ട് അനുസരിച്ച് എത്രത്തോളം ഫണ്ടിങ് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ലഭിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ആരിൽ നിന്നാണ് ഈ ഒരു ഫണ്ടുകളൊക്കെ ലഭിച്ചിട്ടുള്ളത്, ആ ഫണ്ടിൻ്റെ വാല്യൂ എത്രയാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് എഴുതുക? നമ്മൾ കീമത്ത് തംബീൽ അഥവാ തംബീൽ എന്ന് പറഞ്ഞാൽ ഫണ്ടിൻ്റെ വാല്യൂ എത്രയാണെന്ന് എഴുതി കൊടുക്കുക. അതേപോലെ തന്നെ മുഖദ്ദമ മീൻ അത് ഏതൊരു കമ്പനിയിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ആളിൽ നിന്നാണ് ആ ഒരു ഫണ്ട് ലഭിച്ചിട്ടുള്ളത് എന്നുകൂടെ നമ്മളവിടെ അടിയിൽ എഴുതി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ആ ഒരു റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ നമ്മൾ എഴുതി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക? അവിടെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഡാറ്റ ടേബിൾ നമ്മൾ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ടിൻ്റെ പ്രധാന ആശയം പിന്നീട് കൊണ്ടുവരിക. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു മുഅസ്സിസ അഥവാ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഏതൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണോ അത് ഉണ്ടാക്കുന്നത് ആ ഒരു കമ്പനിയുടെ വിവരങ്ങളും എന്ത് ചെയ്യണം? നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു മോഡൽ ശേഷം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളെന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് നോക്കാം. ഒന്നാമതുള്ളത് ഷിആറുൽ മുഅസ്സിസ് വൈസ്മുഹ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ ഷിആർ അതിൻ്റെ ലോഗോവും അതേപോലെ തന്നെ വൈസ്മുഹ അതിൻ്റെ പേരും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ടുള്ളത് റഖമു സജിൽ തിജാരി അതിൻ്റെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള
അതേപോലെ തന്നെ ലൊരീബി എന്ന് പറഞ്ഞാൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്ട്രേഷൻ, ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ കൊമേഴ്ഷ്യൽ അതേപോലെ തന്നെ ടാക്സ് രജിസ്ട്രേഷൻ നമ്പറാണ് എഴുതി കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ മൂന്നാമതായിട്ടുള്ളത് റയീസ് മജ്ലിസിൽ ഇദാറ, ഈ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാകും. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ചെയർമാൻ ആരാണ്, റയീസ് എന്ന് പറഞ്ഞാൽ ചെയർമാൻ ആരാണ് എന്നുള്ളത് കൊടുക്കണം. അതേപോലെ തന്നെ മജാലുൽ മജാൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ്. അതുപോലെ തന്നെ റക്കമുൽ ഹാത്തിഫ്, ആ ഒരു റസ്മി അഥവാ ഈ ഒരു കമ്പനിയുടെ ഫോൺ നമ്പർ, അതേപോലെ തന്നെ ബരീദുൽ ഇലക്ട്രോണിയ, ഈ ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇമെയിലും ഫോൺ നമ്പറും എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം. മാലൂമാത്തിൻ അൻ മഷ്റൂ, അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം. പിന്നീട് മാലൂമാത്തുൻ അൻ മഷ്റൂ, ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ എഴുതി കൊടുക്കണം. അതിനുശേഷം തംവീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം. പിന്നീട് ഇസ്മുൽ മഷ്റൂ, ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേരെന്താണ്, അത് അറബിയിലും അതേപോലെ തന്നെ ഇംഗ്ലീഷിലും എഴുതി കൊടുക്കണം. പിന്നീട് മൗക്യുൽ മഷ്റൂ, ഈ ഒരു പ്രൊജക്റ്റ് നടക്കുന്ന ലൊക്കേഷൻ ഏതാണ് എന്നുള്ളതും എഴുതണം. പിന്നീട് അൽ ഖിത്തത്തു സമനിയ അലിൽ മഷ്റൂഇൽ അല്ലത്തി തഷ്മലു, നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിനുള്ള ഒരു ടൈം പ്ലാൻ എത്രയാണ്, അതേപോലെ തന്നെ ആ ഒരു എത്രയാണ് ഇതിൻ്റെ ഒരു ടൈം ലൈൻ എന്നുള്ള കാര്യം നമ്മൾ എഴുതി കൊടുക്കണം. അതേപോലെ തന്നെ അഥവാ ഒരു ടൈം ലൈൻ എഴുതുന്ന സമയത്ത് എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം, അതിലുള്ള താരിഖുൽ ബദ് അഥവാ എപ്പോഴാണ് ഈ ഒരു പ്രൊജക്റ്റ് തുടങ്ങിയിട്ടുള്ളത്, അതേപോലെ തന്നെ താരിഖുൽ ഇൻതിഹാ, എപ്പോഴാണ് ഈ ഒരു പ്രൊജക്റ്റ് അവസാനിക്കേണ്ടത്, ഖീമത്തു തംവീൽ മഷ്റൂ, ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഫണ്ടിങ്ങിൻ്റെ വാല്യൂ എത്രയാണ്, അതേപോലെ അഖുബാത്തുൽ വജിഹാത്തുൽ മഷ്റൂ, ഈ ഒരു മഷ്റൂവിന് വന്നിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റിന് വന്നിട്ടുള്ള പെനാൽറ്റികൾ അത് എത്രയാണ്, അതേപോലെ ഇസ്മു ജിഹാത്തിൽ മുമവല, ഈ ഒരു ഫണ്ട് ചെയ്യുന്ന നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിന് ഫണ്ട് ചെയ്യുന്ന ആളുടെ പേര് എഴുതി കൊടുക്കണം. അതേപോലെ മൗക്യോൻ അൻവാനുൽ ജിഹത്തിൽ മുമവില, നമുക്ക് ഈ ഒരു ഫണ്ട് ചെയ്യുന്ന ആളുടെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ അഡ്രസ്സും അതേപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം. മാലൂമാത്തിൻ അനി തക്രീർ, ഈ റിപ്പോർട്ടിൻ്റെ മാലൂമാത്ത് അതിൻ്റെ കാര്യങ്ങളും ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം. പിന്നീട് തഖീറും ബിൻ അൻവാൻ, അതിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ കാര്യങ്ങൾ എഴുതി കൊടുക്കുക. പിന്നീട് മൗഇദു ഇജ്റായി തക്രീർ, ഈ ഒരു റിപ്പോർട്ടിൻ്റെ ടൈം ലൈൻ അഥവാ ആ റിപ്പോർട്ടിൻ്റെ ടൈം എഴുതി കൊടുക്കുക. അതേപോലെ തന്നെ റക്കമു തക്രീർ, ഈ റിപ്പോർട്ടിൻ്റെ റക്കം അതിൻ്റെ നമ്പർ എഴുതി കൊടുക്കുക. താരീഖ് തഖദീമു തക്രീർ, ഈ റിപ്പോർട്ട് നമ്മൾ എപ്പോഴാണ് സമർപ്പിക്കുന്നത് ആ ഒരു ഡേറ്റും എഴുതി കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊരു കറക്റ്റ് ഓർഡർ അല്ല, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് സംശയമുള്ളത് പോലെ നമുക്ക് എന്താകും തോന്നും. കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഇതൊക്കെ എവിടെയാണ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതൊക്കെ ഒരു സംശയം ഉണ്ടാകും. ഏതായാലും അതിൻ്റെ ഒരു ചെറിയ, കാരണം ഇത്രയും കാര്യങ്ങളൊന്നും നമ്മൾ ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതില്ല, മറിച്ച് നമ്മൾ ഏത് റിപ്പോർട്ടാണോ തയ്യാറാക്കുന്നത് ആ റിപ്പോർട്ടിൽ എന്തൊക്കെ ഡേറ്റകളാണ് ആവശ്യമുള്ളത്, ആ ഡേറ്റകൾ മാത്രം നമ്മൾ ആ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ ഒരു റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഏതോ റിപ്പോർട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ആ റിപ്പോർട്ടിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ആ റിപ്പോർട്ടിൽ ചേർത്താൽ മതിയാവും. അപ്പോൾ നമുക്കിവിടെ ഒരു തക്രീറുൽ അമൽ, ഒരു ജാഹിസ് അഥവാ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് റിപ്പോർട്ടിൻ്റെ ഒരു മോഡൽ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. ആ ഒരു മോഡൽ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു വർക്ക് റിപ്പോർട്ടിൻ്റെ ഒരു മോഡലാണ് നൽകിയിട്ടുള്ളത്. വ്യത്യസ്ത രീതിയിൽ നമുക്ക് വർക്ക് റിപ്പോർട്ടുകൾ തയ്യാറാക്കാം. അതിൽ ഒരു മോഡൽ മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഏതായാലും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ള എന്താണ്, താരീഖ് ഇജ്റായി തക്രീർ, ഈ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയ ഡേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് കൊടുക്കുക. അതേപോലെ തന്നെ അതിനുശേഷം ഇസ്മു ഷിർക്ക, ഏതൊരു കമ്പനിയാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആ ഒരു കമ്പനിയുടെ പേര് കൊടുക്കുക. അതേപോലെ തന്നെ ഷിയാറു ഷിർക്കത്തി റസ്മി, ആ ഒരു കമ്പനിയുടെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന കമ്പനിയുടെ ഒഫീഷ്യൽ ലോഗോ, അതിൻ്റെ ഒരു ഇമേജ്, അതിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കുക. അതേപോലെ തന്നെ പിന്നീട് ഈ റിപ്പോർട്ട് തഖരീറുൽ അമൽ ഹൗലൽ ഇൻജാസാത്ത് അല്ലതി തമ്മത്ത് ഖിലാൽ ഫിത്രത്തി, ഈ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തയ്യാറാക്കിയ ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, അതിലുള്ള പ്രോഗ്രസ്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാണ്ട് അഥവാ ഈ ഒരു പ്രൊജക്റ്റ് തുടങ്ങുന്ന നമ്മളെന്താണ് ഈ റിപ്പോർട്ടിൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഏത് സമയം മുതൽ ഏത് സമയം വരെയുള്ള നേട്ടങ്ങളെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ രണ്ട് ടൈം ലൈനുകൾ, ആ രണ്ട് ഡേറ്റുകൾ കൊടുക്കുക. എന്ന് പറഞ്ഞാണ്ട് നമ്മൾ ആ പ്രൊജക്റ്റ് തുടങ്ങുന്ന സമയം കൊടുക്കുക. അതേപോലെ തന്നെ വഹത്ത താരീഖ്, നമ്മൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന അഥവാ ഏത് സമയം വരെയാണോ നമ്മൾ നോക്കുന്നത് ആ ഒരു സമയത്തിൻ്റെ ഡേറ്റും കൂടി
കൂടി കൊടുക്കുക. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു 4 കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഡേറ്റ് കൊടുത്തു, അതേപോലെ തന്നെ കമ്പനിയുടെ ഡീറ്റെയിൽസും ലോഗോവും കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമ്മൾ എഴുതി ചേർത്തിട്ടുള്ളത്. അഥവാ ഈ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്നുണ്ടായത്, അതാണ് നമ്മുടെ ഈ ഒരു റിപ്പോർട്ടിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിൻ്റെ സബബ് അല്ലെങ്കിൽ ഹദഫായിട്ടുള്ളത്. നമുക്ക് ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ടുള്ളതാണ് ഖീമത്ത് മബ്ലഗ് തംവീൽ, നമുക്ക് എത്രത്തോളം ഫണ്ടിങ് ഈ ഒരു റിപ്പോർട്ടിന് കരസ്ഥമായിട്ടുണ്ട് എന്നുള്ള അതിൻ്റെ ഒരു വാല്യൂ എഴുതി കൊടുക്കുക. അതേപോലെ തന്നെ തമ്മ ഹസൂലി അലൈഹി മിൻ, ആ ഒരു ഫണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ആരിൽ നിന്നാണ് എന്നുള്ളത് എഴുതി കൊടുക്കുക. അവിടെ എഴുതി കൊടുക്കേണ്ട എങ്ങനെയാണ്, മുഅസ്സിസ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതൊരു കമ്പനിയാണ് നമുക്ക് ഫണ്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, മാലൂമാത്തിനാണ് മുഅസ്സിസ, ആ ഒരു കമ്പനിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് അടിയിൽ സൂറത്തു ഷിയാർ റസ്മി ലിൽ മുഅസ്സിസ, ആ ഒരു കമ്പനിയുടെ നമുക്ക് ഫണ്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ ഒഫീഷ്യലായിട്ടുള്ള ലോഗോ, ആ ലോഗോയുടെ ഒരു ഫോട്ടോ കൊടുക്കുക. എന്നിട്ട് ആ ഒരു കമ്പനിയുടെ പേരും കൊടുക്കുക. എന്നിട്ട് ലാത്തു റഖമ് തിജാരി, എന്നിട്ട് നമ്മൾ ഈ ഒരു കമ്പനിയുടെ ഈ ഒരു കൊമേഴ്ഷ്യൽ നമ്പർ ഉണ്ടാകും, ആ ഒരു കൊമേഴ്ഷ്യൽ നമ്പർ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനടിയിലായിട്ട് ആ സയ്യിദ് റഈസുൽ മജ്ലിസുൽ ഇദാറ, അഥവാ നമ്മുടെ ഒരു ചെയർമാൻ ഓഫ് ദ ബോർഡ് ഡയറക്ടേഴ്സ് എന്നുള്ളതാണ് അതിന് വരിക. അതിപ്പോൾ നമ്മളൊരു കമ്പനി കാണിക്കുമ്പോൾ അങ്ങനെയാണ് എഴുതേണ്ടത്. എന്നിട്ട് അയാളുടെ പേര് എഴുതുക, ആ ചെയർമാൻ്റെ പേര് എഴുതുക. എന്നിട്ട് അതിനുശേഷം നഅമലു ഫി മജാൽ, നമ്മൾ ഈ ഒരു ഫീൽഡിലാണ് ഈ ഒരു ഫീൽഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുന്ന ഏത് ഫീൽഡിലാണോ അത് എഴുതുക. ചിലപ്പോൾ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോൾ എന്തായിരിക്കും ഇൻഷുറൻസ് ആയിരിക്കാം, ചിലപ്പോൾ കൺസ്ട്രക്ഷൻ ആയിരിക്കാം, അത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള ഫീൽഡുകൾ, ചിലപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡായിരിക്കാം. അപ്പോൾ ഏത് ഫീൽഡാണോ ആ ഫീൽഡ് എഴുതി കൊടുക്കുക. അതേപോലെ തന്നെ പിന്നീട് റഖമുൽ ഹാത്തിഫ്, ഒരു ഫോൺ നമ്പർ കൂടെ എഴുതി കൊടുക്കുക. എന്നിട്ട് കുംന അല അദായി മഷ്റൂ, ഈ ഒരു മഷ്റൂഅൻ എന്താണ്, നമ്മളെന്താണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ നടത്തുന്നത് അങ്ങനെ എഴുതുക. എന്നാൽ അതിനുശേഷം ബിമബലി തംവീൽ കീമത്തിഹി, അതിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഫണ്ടിൻ്റെ വാല്യൂ കൂടെ നമ്മൾ എന്ത് എഴുതുക, അവിടെ എഴുതി കൊടുക്കുക. അഥവാ ഇത്ര ബജറ്റിലാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ നടത്തുന്നത്, ഈ ഒരു പ്രൊജക്റ്റിന് നമുക്ക് ഇത്ര ഫണ്ടാണ് ലഭിച്ചിട്ടുള്ളത് എന്നാൽ എത്ര ബജറ്റാണുള്ളത് എന്ന് എഴുതി കൊടുക്കുക. അതിനുശേഷം ഇസ്മുൽ മഷ്റൂ ഉള്ളത് നഅമലു അലൈഹി, നമ്മൾ ഏതൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്നത്, ആ ഒരു പ്രൊജക്റ്റിൻ്റെ പേര് അവിടെ എഴുതി കൊടുക്കുക. അത് ബിൽ അറബിയിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രൊജക്റ്റിൻ്റെ പേര് എഴുതി കൊടുക്കേണ്ടത്. അതേപോലെ ഇംഗ്ലീഷിൽ കൂടെ എഴുതി കൊടുത്താൽ നന്നാവും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇസ്മുൽ മഷ്റൂ എഴുതുമ്പോൾ അറബിയിലും ഇംഗ്ലീഷിലും എഴുതാം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ഒരു വർക്ക് ആമലിൻ്റെ ഒരു വർക്ക് റിപ്പോർട്ടിൻ്റെ ചെറിയൊരു മോഡലാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ്, നമ്മൾ ഓരോ റിപ്പോർട്ടിനനുസരിച്ചും നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ മാറും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതിൽ നിന്ന് നമ്മളെ റിപ്പോർട്ട് ഏതാണോ അതിന് യോജിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഒരു പ്രപ്പോസൽ റിപ്പോർട്ടാണ് അയക്കുന്നതെങ്കിൽ ഇങ്ങനെയല്ല നമുക്ക് തയ്യാറാക്കേണ്ടി വരിക, മറിച്ച് വേറെ രീതിയിലാണ് തയ്യാറാക്കേണ്ടി വരിക. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും, ഒരു റിപ്പോർട്ട് നമുക്ക് തയ്യാറാക്കാൻ കഴിയും. ഏതായാലും നമുക്കെന്താണ്, ബാക്കിയുള്ള റിപ്പോർട്ടുകളുടെയൊക്കെ ഒരു ചെറിയ മോഡൽ എന്ത് ചെയ്യുക, നിങ്ങൾ കഴിയുമെങ്കിൽ സമയമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എടുത്ത് നോക്കുക. റിപ്പോർട്ട് എഴുതാൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. എല്ലാ എക്സാമിനും എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ലെറ്റർ എഴുതാൻ അല്ലെങ്കിൽ റിപ്പോർട്ട് എഴുതാനൊക്കെ ചോദ്യം വരാറുണ്ട്. അപ്പോൾ റിപ്പോർട്ട് എഴുതാൻ ചോദിച്ചേക്കാം. സാധാരണ രീതിയിലും ഈ ഒരു വർക്ക് റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ് ചോദ്യം വരാറുള്ളത്. അതുകൊണ്ട് ഈ ഒരു വർക്ക് റിപ്പോർട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി സമയമുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ടൈപ്സ് ഓഫ് റിപ്പോർട്ടുകളെ കുറിച്ചും ചെറിയ രീതിയിൽ നോക്കി വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഏതായാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.